എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചേന വെച്ചിട്ടുണ്ടാക്കുന്ന ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ ചേനയാണ്. അരിഞ്ഞ ചേന 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിലും താഴെ അളവിൽ മഞ്ഞൾപ്പൊടി. ഉപ്പ് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് നല്ലത്. അത് കുറച്ചും കൂടെ വലിയൊരു പാൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ചേന ഇടാം. ഞാൻ ഇങ്ങനത്തെ ഒരു ചേന ഫ്രൈ ആദ്യമായിട്ട് കഴിച്ചത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്. ചേന ഇട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പിലയും കൂടി ഇട്ട് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുറച്ച് നേരത്തേക്ക് വേവിക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. 1 മിനിറ്റ് 1.5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടപ്പ് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിടണം. അത് പാൻ നിറച്ച് ചേന ഇടരുത്. നിറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ ചേന പൊടിഞ്ഞു പോകും. പിന്നീട് വീണ്ടും ഇതേപോലെ തന്നെ അടച്ചു വെച്ച് 1 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. വീണ്ടും അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഒരു 3-4 പ്രാവശ്യം അടപ്പ് തുറന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. ഇനി സവാള ഇടണമെങ്കിൽ വേണമെങ്കിൽ സവാള ഇടാം. ആദ്യം ഒരു സവാള ഇട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് ഈ ചേന ഇട്ടാലും മതി. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ചേന നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കേണ്ട. ഇനി ആ എണ്ണയിലിട്ട് നമ്മൾ ഇളക്കി നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ലൊരു കളറിലാണ് ചേന കിട്ടുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ചോറും തൈരും കുറച്ച് അച്ചാറും ഈ ചേന ഫ്രൈയും കൂടെ ഉണ്ടെങ്കിലും മതി. അടിപൊളിയായിട്ട് നമുക്ക് ചോറുണ്ണാം. ഇപ്പോൾ നോയമ്പ് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മുരിച്ച് കളയരുത്. ഒത്തിരി മുരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുറമെ നല്ല ക്രിസ്പി, അകത്ത് കുറച്ച് സോഫ്റ്റും ആയിട്ടിരിക്കണം. അത് ആ രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചേന ഫ്രൈ ആണ്.